ഒരിക്കൽ പറഞ്ഞതാണ് ശരി. NSS ജനറൽ സെക്രട്ടറിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയും കാന്തപുരവും ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ അയാളിൽ എന്തോ ഒരു ഔഷധ ഗുണമുണ്ട്. അതാണിപ്പോൾ ശരിയായി വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ സമുദായ നേതാക്കൾക്കുമുള്ള തിരിച്ചടിയാണ്. VD സതീശന്റെ തെരഞ്ഞെടുപ്പല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അത് ഒരു മതേതര കേരളത്തിന്റെ ജനവിധിയാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനുമൊപ്പം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം പലരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങൾ മറ്റു പലർക്കും ഒപ്പമായതിൻ്റെ അടിസ്ഥാനത്തിൽ പലതും സംസാരിക്കുകയും പലതും പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ഒരു പണ്ഡിതൻ ഇങ്ങനെ എന്താ പറയേണ്ടത്, കാണുന്ന ചാനലുകളിലും കാണുന്ന ആളുകൾക്കിടയിലും ഇങ്ങനെ വിമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമല്ല. എന്നിരുന്നു കൂടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വേളയിൽ ഏറ്റവും ഒടുവിലായിട്ട് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന വേളയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും പലയിടത്തും തൻ്റെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത, തൻ്റെ അഭിപ്രായങ്ങൾ അവിടെ ആരും കേൾക്കണമെന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യാത്തിടത്ത് പോലും അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഈ അഭിപ്രായങ്ങൾ ഒരു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ, കാരണം കേരളത്തിലാകെ 3.5 കോടി ജനങ്ങളാണുള്ളത്. ഇതിൽ തന്നെ ഈ പറയുന്ന ന്യൂസ് ചാനലുകൾ കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ എത്രയോ ചെറിയ തുച്ഛമായ വിഭാഗങ്ങൾ മാത്രമാണ്. ഈ ഇത്രയും മാധ്യമങ്ങൾക്ക് അവരുടെ കണ്ടന്റ് അതില്ലാതെ വരുമ്പോൾ അവർ മൈക്കും പിടിച്ച് വരുന്നത് കാണുമ്പോഴേക്കും എന്തോ എൻ്റെ അഭിപ്രായത്തിന് എന്തോ വലിയ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന മട്ടിൽ അഭിപ്രായം പറയാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണിതൊക്കെ. മനസ്സിലായില്ലേ? അല്ലാതെ അങ്ങനെ ഇത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. കൃത്യമായിട്ട് സ്ഥാപിത താല്പര്യങ്ങൾ മുൻനിർത്തി പലരും സംഘടിച്ച് VD സതീശനെതിരെയും കോൺഗ്രസിനെതിരെയും UDFനെതിരെയും ഒരുമിച്ച് നിന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് അല്ലേ? വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അവരുടെ ആസ്ഥാനങ്ങളിലിരുന്ന് വേണ്ട വിധം കുരച്ചു കൊണ്ടിരുന്നു അല്ലേ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എല്ലാ കാലത്തെയും പോലെ അവിടെയാണോ ഇവിടെയാണോ എന്നൊന്നും ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സ്ഥാപിത താല്പര്യമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം അവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഇവർക്ക് ചേർന്ന് നിന്നതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ തന്നെ അധികാരത്തിലേക്ക് എത്തണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. അവിടെയും ഈ 10 വർഷം ലഭിച്ചതിൻ്റെ ഗുണം തുടർന്നു പോകാൻ വേണ്ടി, തുടർ ഭരണത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ എന്താ പ്രശ്നം? ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2011 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അന്ന് ഇന്ത്യ വിഷനാണെന്നാണ് തോന്നുന്നത്. ആ ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ലീഗിൻ്റെ 20 ആളുകൾ ഞങ്ങളുടെ വോട്ടുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ വിജയിക്കില്ലായിരുന്നു എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വെക്കുന്നു. ഈ പറയുന്ന കാന്തപുരം വിഭാഗം ആളുകൾ ഇവരുടെ കൈ ഈ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലേക്കല്ലാതെ പോകില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഇപ്പോഴെന്താണ് പ്രശ്നം? ഇപ്പോൾ KC വേണുഗോപാലിനെ അനുകൂലിച്ചൊരു കത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇത് ജനങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും കൊടുക്കുന്ന കത്തുകളെക്കാളൊക്കെ അതിലേറെ 1000 തവണ പ്രതിഫലിക്കുന്ന സാധാരണക്കാരായ സംഘടിതരല്ലാത്ത ഒരു വിഭാഗം ജനങ്ങളുണ്ട്. സംഘടിതരെന്ന് ഞാൻ പറഞ്ഞാൽ ഇത്തരം ആളുകൾക്ക് പിന്നിൽ സംഘടിക്കാത്ത ആളുകൾ എന്നാണ്. ഒരുപാട് ആളുകളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്താണ് കരുതുന്നത്? വെള്ളാപ്പള്ളി നടേശൻ കരുതുന്നത്
ഈ പറയുന്ന ഈഴവ സമുദായം അവരുടെ വോട്ട് ബാങ്ക് അവരത്രയും തൻ്റെ കക്ഷത്തിലാണെന്നാണ് കരുതുന്നത്. ആര്? വെള്ളാപ്പള്ളി നടേശൻ. NSS സുകുമാരൻ നായർ എന്താ കരുതുന്നത്? ഈ പറയുന്ന നായർ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ അത്രയും തൻ്റെ കക്ഷത്തിലുമാണെന്നാണ് കരുതുന്നത്. ഇതേ ചിന്താഗതിയുമായിട്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും. അപ്പോൾ ഇതല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധമെന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. തെരഞ്ഞെടുപ്പ് മാത്രമല്ല, എസ്പെഷ്യലി VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. അത് കേരളത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഇപ്പം നമ്മൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ വിശ്വസിച്ചിട്ട് അതങ്ങ് ഒരു വാദത്തിന് അംഗീകരിക്കാൻ നോക്കുക. ഈ വരുന്ന വാർത്തകളിൽ 90% പച്ച നുണയാണ് കേട്ടോ. അത് മറ്റൊരു കാര്യം. ഈ വരുന്ന വാർത്തകൾ ഒരു വാദത്തിന് അങ്ങോട്ട് അംഗീകരിക്കാൻ നോക്കുക. കേരളത്തിലെ ജനമല്ലാത്ത മറ്റൊരാളും VD സതീശനോടൊപ്പം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലേ, കേരളത്തിൻ്റെ പൊതുസമൂഹം VD സതീശനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. VD സതീശന് വേണ്ടി വോട്ട് ചെയ്ത് പറവൂരിൽ നിന്ന് വിജയിപ്പിച്ച ആളുകൾ മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചവരാ. പിന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും അവരുടെ സംഘടനയും ഒക്കെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ ആ കസേരയിലേക്ക് വരരുത് എന്ന് അവർ പല കാരണങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ VD സതീശനെയൊക്കെ അവരുടെ പരിപാടികളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തരുത്, VD സതീശനെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അവരുടെ പരിപാടിയിൽ അവർ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിയാ. അവരുടെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ട് ആ വേദിയിൽ വെച്ചിട്ട് പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് സതീശൻ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ കേരളം വളരെയധികം ചർച്ച ചെയ്ത വാക്കുകളാണ്. അന്ന് ഈ പറയുന്ന കാന്തപുരം വിഭാഗം ആളുകളുടെ ഉള്ളിൽ അതേക്കുറിച്ച് വലിയ മുറുമുറുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും ശരി, എന്തൊക്കെ ഇല്ലെങ്കിലും ശരി, VD സതീശൻ ആവരുത് എന്ന് ഇവർ പല കാരണങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞത്, ഒന്ന്, VD സതീശന് ചില കാര്യങ്ങളിൽ നിലപാടുകൾ എടുക്കുമ്പോൾ നിലപാട് എന്നല്ല ഞാൻ പറയുന്നത്, തീരുമാനങ്ങൾ, എസ്പെഷ്യലി ഈ ഭരണകാര്യവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പരിഗണിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് പല കാര്യങ്ങളിലും അത് തട്ടിത്തടഞ്ഞ് പോകും എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന VD സതീശൻ കാന്തപുരവുമായിട്ടുള്ള ബന്ധവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായിട്ട് VD സതീശൻ ഉള്ള ബന്ധം അത് കേരളത്തിൽ ബോധമുള്ള എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യവുമാണ്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സതീശൻ ആവരുത് കസേരയിലേക്ക് വരുന്നത് എന്ന് അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ, അതുപോലെ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഒക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ആരുടെ കൂടെയാണ് നിർത്തപ്പെടുന്നത്? സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും. ഇതിനുണ്ടായ കാരണം ഈ അസ്ഥാനത്ത് അഭിപ്രായം പറയുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. ചിലപ്പോൾ അവർ അങ്ങനെ നിന്നിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ പറയുന്ന ആളുകൾ നമ്മളൊന്നും പറയുന്നത് പോലെ നിന്നിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഈ അസ്ഥാനത്ത് അഭിപ്രായം പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോയത് കൊണ്ടാണ് ഇത്തരത്തിൽ അവഹേളിക്കപ്പെടുന്നത്. ഇപ്പോഴാണ് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നത്, ജിഫ്രി തങ്ങളുടെ മുമ്പ് ഒരു കാര്യത്തെക്കുറിച്ച് ജിഫ്രി തങ്ങളോടൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ തങ്ങൾ അന്ന് മറുപടി പറഞ്ഞത്, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആളല്ല. കാരണം എനിക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാനത് പറയില്ല. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ പേരിൽ എന്നെ പരിഹസിക്കപ്പെടും. കൃത്യമായ നിലപാടാണ്. കാരണം അത് നമ്മൾ അഭിപ്രായം ഇപ്പോൾ എല്ലാ മനുഷ്യനും ഉണ്ടാകും അല്ലേ, സ്വാഭാവികമായിട്ടും. ആ അഭിപ്രായങ്ങൾ പലപ്പോഴും ചിലത് പറയേണ്ടതുണ്ടാകും, ചിലത് പറയാൻ
പാടില്ലാത്തതുണ്ടാകും, ചിലത് അനവസരത്തിൽ പറയുന്നതുണ്ടാകും, ചിലത് ഒരർഹതയുമില്ലാതെ പറയുന്നതുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഈ മാധ്യമങ്ങൾ മൈക്ക് പിടിച്ച് വരും. അവർക്ക് വാർത്തയാണ് വേണ്ടത്, അവർക്ക് എന്തെങ്കിലും വാർത്ത എന്നല്ല, എന്തെങ്കിലും കുത്തിത്തിരിപ്പാണ് വേണ്ടത്. ഇത് തിരിച്ചറിയാൻ മൈക്ക് കാണുമ്പോൾ, ക്യാമറ കാണുമ്പോൾ ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നുള്ളതാ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇതുപോലെ സമൂഹത്തിൽ പരിഹസിക്കപ്പെടുമെന്നുള്ളതാ. മനസ്സിലായില്ലേ? ഈ നമ്മൾ പരിഹസിക്കപ്പെടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. കാരണം നമ്മുടെ ഇടപെടലുകൾ അങ്ങനെ ആയാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്താക്കപ്പെടൂല, പരിഹസിക്കപ്പെടൂല. പക്ഷെ അതിനെന്ത് വേണം? നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ വോയിസ് അവിടെ ആപ്റ്റ് ആവുന്നുണ്ടോ, അതിന് അവിടെ സ്ഥാനമുണ്ടോ, നമ്മുടെ ശബ്ദത്തിന് സ്ഥാനമുണ്ടോ, അതെല്ലാം നമ്മൾ പറയുന്ന കാര്യം ഞാൻ പറയേണ്ട കാര്യം തന്നെയാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അത് ചിന്തിക്കാതെ ഈ ക്യാമറയും മൈക്കും കാണുമ്പോഴേക്ക് അഭിപ്രായം പറയുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചിലപ്പോൾ പറയുന്ന അഭിപ്രായമൊക്കെ ഭയങ്കര കണ്ണിങ്ങായ അഭിപ്രായമൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ? പക്ഷേ ആ അഭിപ്രായത്തിന് അവിടെ സ്ഥാനമുണ്ടോ എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് മാറും. അത് തിരിച്ചറിയാതെ പോകുന്നതാണ് ഇത്തരത്തിൽ. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ വെള്ളാപ്പള്ളി നടേശന്, സുകുമാരൻ നായർ എന്നൊക്കെ പറയുന്ന ആളുകളുടെ കൂടെ ചേർത്ത് വായിക്കേണ്ട ആളാണോ? അവരുടെ ഒരു പ്രവർത്തന രീതിയാണോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടേത്? ഒരിക്കലുമല്ല. പിന്നെയും അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് പ്രശ്നം. അവിടെ ഞാൻ പറയുന്നു വീണ്ടും, അവിടെ ഈ സമ്മർദ്ദങ്ങളുണ്ട്. കാരണം പല ആനുകൂല്യങ്ങളും നേടിയതിൻ്റെ അല്ലെങ്കിൽ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് പലതും പറയേണ്ടി വരികയാണ്, ഒന്നാമത്തത്. രണ്ടാമത്തത് ചില സ്ഥാപിത താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അവരുടെ സംഘടനയും ഒക്കെ പിറവിയെടുക്കുന്നത് തന്നെ, അതിൻ്റെ ജന്മം തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള അന്ധമായ വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ്. മനസ്സിലായില്ലേ? അന്ധമായ വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിയെടുക്കുമ്പോൾ വീണ്ടും പിണറായി വിജയന് വേണ്ടി പറയേണ്ടി വരും. മനസ്സിലായില്ലേ? പിന്നെ ഈ പറയുന്ന സ്ഥാപിത താല്പര്യങ്ങൾ, കാരണം UDF അധികാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കീ റോള് മുസ്ലിം ലീഗിന് ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പലതും പറയേണ്ടി വരും. ഈ പറയുന്നതൊക്കെ എന്താണ്, ഇതെന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ ചില ആഹ്വാനങ്ങൾ, ചില അഭിപ്രായങ്ങൾ, ചില നിലപാടുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആ നിലപാടുകൾക്കൊപ്പം ഇത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് വിശ്വാസപരമായിട്ടുള്ള നിലപാടുകളല്ല, ഇത് രാഷ്ട്രീയമാണ് കൃത്യമായിട്ട്. ആ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ എടുത്തു കഴിഞ്ഞിട്ട് ജനം അതിൻ്റെ കൂടെ നിൽക്കാതെ വരുമ്പോൾ തീർത്തും പരിഹാസ്യരായി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചകൾ വരുമ്പോൾ അതിൽ ഇപ്പോൾ സുകുമാരൻ നായർക്കൊപ്പവും വെള്ളാപ്പള്ളി നടേശനൊപ്പവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേര് കൂടി ചേർത്ത് വെക്കുമ്പോൾ അതിൽ ഒരു അസ്വാഭാവികത കാണേണ്ടതില്ല. അത് സ്വാഭാവികമായിട്ടും അതങ്ങനെ സംഭവിക്കും. കാരണം ഈ പറയുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പം നമുക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ, ഇതിപ്പോൾ ഇന്നലെ ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, പല ആളുകൾ ഇത്തരം വാക്കുകൾ നിങ്ങൾ ആദ്യം കേട്ടതുപോലെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് കണ്ട് സ്വാഭാവികമായിട്ടും അതുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തോന്നും, അയ്യോ സുകുമാരൻ നായരുടെ കൂടെയോ വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെയൊക്കെ ചേർക്കപ്പെടേണ്ട വ്യക്തിത്വമാണോ? പക്ഷേ പലപ്പോഴും പല അഭിപ്രായങ്ങളും പല ആഹ്വാനങ്ങളും അത്തരത്തിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അത്തരത്തിൽ അവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്നു, അവരുടെ കൂടെ നിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും VD സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആ യാത്ര എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിച്ച ഒന്നാണ്. അതിനെ തടയിടാൻ പല പണികൾ പല കോണുകളിൽ നിന്ന് പലരും എടുത്തിട്ടുണ്ട്. പല പണികൾ പല രീതിയിൽ പല കോണുകളിൽ നിന്ന്. ഒരു പക്ഷേ VD സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക്
അയാൾ തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് ജനവികാരം ഉണ്ടായതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണങ്ങൾ ഈ പറയുന്ന ആളുകളാണ്. ആര്? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒക്കെയുള്ള ആളുകൾ. പിന്നെയുള്ളത് സഖാക്കൾ തന്നെയാണ്, അല്ലേ? ഒരു മനുഷ്യൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് സി പി എം കാലാകാലങ്ങളിലുള്ള ഒരു ഏർപ്പാടാണ്. എന്ത്? രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ട അങ്ങനെ ഒരു വ്യക്തിഹത്യയുടെ ഒരു മോഡലായിരുന്നു സതീശൻ എന്നതിനെ നുണേശൻ എന്നാക്കി മാറ്റിയിട്ട് ആ മനുഷ്യനെ തേജോവധം ചെയ്യുന്നത്. ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം കാണുന്നുണ്ട്. ആ പൊതുസമൂഹം സതീശൻ എന്ന് പറയുന്ന അത്രയും നിലപാടുകളുള്ള, കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയെ നുണേശൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചോ ജനം ഒരു തീരുമാനമെടുത്തു, ഈ വ്യക്തിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കണമെന്ന്. ആ തീരുമാനമാണ് ഇന്നലെ നടപ്പിലായത് എന്നുള്ളതാ. ആ തീരുമാനം ജനം നടപ്പിലാക്കിയതാ എന്ന് ഏപ്രിൽ 9 ജനം നടപ്പിലാക്കിയതിൻ്റെ റിസൾട്ടാണ് മെയ് 4 വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം നിലപാടുകൾ സതീശന് എല്ലാ രീതിയിലും അനുകൂലമായി എന്നുള്ളതാണ്. അപ്പോൾ സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഈ പറയുന്ന പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. സതീശനെ എതിർക്കുന്ന ആളുകൾ ആരൊക്കെയാ? ഒന്ന് അന്തം കമ്മി അടിമകൾ, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ആളുകൾ സതീശനെ പൊതുശത്രുവായി കാണുന്നു. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് എന്നാൽ പിന്നെ നിങ്ങളന്ന് പോകുന്നത് കാണണമെന്ന് ജനവും തീരുമാനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മൾ വലിയ പണ്ഡിതന്മാരാണ് ഒക്കെ ആളുകളായിട്ട് ജനം ഒരു പൊതുവെ ജനം കാണുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന വെള്ളാപ്പള്ളി പണ്ഡിതനാണെന്നല്ല പറഞ്ഞത് കേട്ടോ, സുകുമാരൻ നായർ പണ്ഡിതനാണെന്നല്ല പറഞ്ഞത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ ജനം കാണുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എസ്പെഷ്യലി രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുമ്പോൾ 1000 തവണ ചിന്തിച്ചിട്ടാവണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിതൊക്കെ പറയുമ്പോഴും എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു മുഖമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആ കണ്ണിയത്ത് ഉസ്താദിൻ്റെ മുഖം ഇതിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. ആ പേര് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. അതിനെന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? അത് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.